ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയത്, അതിൽ ചേർക്കാൻ വേണ്ട പൊടികൾ: മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇത്രയുമാണ് ആദ്യം നമുക്ക് ഇത് വേവിക്കാൻ വേണ്ട പൊടികൾ. ആദ്യം നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച്. തീ കുറച്ച് വെച്ച് കുക്കർ മൂടി വെയിറ്റ് ഇട്ട് 5 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കുക. ബീഫ് ഒരുപാട് വെന്തു പോകരുത്, പാകത്തിനുള്ള വേഗയാകാം. ഇനി ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിച്ച ശേഷം നമ്മൾ ഇതുവരെ മസാലയൊക്കെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 3 സവാള നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു 6 വെളുത്തുള്ളി ചതച്ചത്, 1 പീസ് ഇഞ്ചി ചതച്ചത്, 1 ടൊമാറ്റോ, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ, പച്ച തേങ്ങയാണ്, 1/4 കപ്പ് തേങ്ങ, പട്ട, ഗ്രാമ്പു, ഏലക്ക, 4 ഏലക്ക, ഒരു 4 പീസ് ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട, 1.5 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതാണ്. ബാക്കി എല്ലാ മസാലപ്പൊടികളും വേവിച്ചതിന് ശേഷമുള്ള മസാലപ്പൊടികളാണ്. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതിടാം. അതിലേക്ക് ചതച്ച പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ബാക്കി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഈ എടുത്തു വച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് മാത്രമാണ് നമ്മൾ വേവിക്കാൻ അതിൻ്റെ ഹാഫ് എടുത്തത്. നന്നായി മിക്സ് ചെയ്യുക. ഈ കുറച്ച് കൊടുക്കുക. ഈ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർക്കാം. ഉപ്പിട്ട് കൊടുക്കുക. ബീഫ് വേവിക്കാൻ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പിടാൻ. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇളക്കുക. ബീഫിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഉണ്ടാക്കിയ മസാലയിലേക്ക് ചേർക്കാം. ഈ മസാലയിലേക്ക് നമുക്ക് വേവിച്ച ബീഫ് ചേർക്കാം.
കുറവാണ് ആവശ്യമുള്ളതെങ്കിൽ മുളക് പൊടി ഇപ്പോൾ എടുത്തതിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ എടുത്താൽ മതി. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഉപയോഗിക്കുന്നത്. കുരുമുളക് ഇതിൽ പൊന്തി നിൽക്കും. കുരുമുളക് പൊടി ഈ വളരെ കുറച്ച് മൂടി വേവിക്കാൻ പറ്റും.